നവജാത ശിശുക്കളിൽ നാം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് മലബന്ധം. ഇതിനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും മലബന്ധം തടയാനോ നിയന്ത്രിക്കാനോ പരിഹാരങ്ങൾ നിലവിലുണ്ട്. മുലപ്പാലിൽ സ്വാഭാവികമായി ലഭിക്കുന്ന നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് മുലയൂട്ടുന്നത് തുടരുക. അത് കുഞ്ഞിന്റെ മലമൂത്ര വിസർജനവും സുഗമമാക്കുന്നു. നവജാത ശിശുക്കളിൽ മലബന്ധം സാധാരണമാണ്. കുഞ്ഞുങ്ങളിലെ മലമൂത്ര വിസർജനം മിക്ക മാതാപിതാക്കൾക്കും ആശങ്കാജനകമായ ഒന്നാണ്. ഇവ രണ്ടും കുഞ്ഞുങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മുതിർന്നവരെ പോലെ പറയാൻ സാധിക്കാത്തതിനാൽ മലബന്ധം മൂലം അവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയുകയാണ് ആദ്യം വേണ്ടത്. അത്തരത്തിലുള്ള ലക്ഷണങ്ങളും അവ തടയുന്നതിനുള്ള മാർഗങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. മിക്ക കുഞ്ഞുങ്ങളും ദിവസത്തിൽ ഒരിക്കൽ മലവിസർജനം നടത്തുന്നു. പക്ഷേ 1-2 ദിവസത്തേക്ക് മലമൂത്ര വിസർജനം ഉണ്ടാകാതിരിക്കുന്നതും സാധാരണമാണ്. ആവശ്യത്തിന് മുലപ്പാൽ കുടിക്കാതിരിക്കുന്നതും മലബന്ധത്തിന് കാരണമാകാം. പാൽ തികട്ടി വരിക, വയറുവേദന മൂലം കരയുക, വയർ വീർത്തതുപോലെ തോന്നുക ഇവയെല്ലാം മലബന്ധത്തിന്റെ ലക്ഷണങ്ങളാണ്. 6 മാസം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പഴച്ചാറുകൾ നൽകുന്നതാണ് നല്ലത്. കൂടാതെ അവർക്ക് ഭക്ഷണം നൽകുന്നതിനിടയിൽ ആവശ്യത്തിന് വെള്ളവും കൊടുക്കുക. നവജാത ശിശുക്കളിൽ 1-2 ദിവസത്തിൽ കൂടുതൽ മലബന്ധം കണ്ടെത്തിയാൽ ഡോക്ടറെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിനുള്ള മരുന്നുകൾ നൽകാൻ അവർക്ക് സാധിക്കും. 6 മാസം കഴിഞ്ഞ കുട്ടികളിൽ ചില വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്ക് നെയ്യ് നൽകുന്നത് മലബന്ധത്തെ തടയുന്നു. പഴം പൊതുവെ മലബന്ധത്തിന് നല്ലൊരു മരുന്നാണ്. രാവിലെ വെറും വയറ്റിൽ പഴവും ഒപ്പം ചെറു ചൂടുള്ള വെള്ളവും നൽകുന്നത് കുട്ടികളിൽ മലവിസർജനം എളുപ്പമാക്കുന്നു. ഒരു നല്ല സമീകൃത ആഹാരം കഴിക്കുന്ന രീതി കുട്ടികളിൽ ശീലിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആവശ്യത്തിന് നാരുകൾ അടങ്ങിയ ഭക്ഷണം ഇതിനായി നൽകാം. കൂടാതെ നിങ്ങളുടെ കുഞ്ഞിന് വയറ്റിലെ ചെറിയ മസാജ് നൽകുന്നത് അവരുടെ അസ്വസ്ഥതകൾ ലഘൂകരിക്കാൻ എളുപ്പമാക്കും. മുതിർന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾ ടോയ്ലറ്റിൽ പോകുന്നത് പല സമയത്താണെങ്കിൽ അത് മാറ്റി ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ അവരെ പരിശീലിപ്പിക്കണം. ഇതും വലിയൊരു പരിധി വരെ മലബന്ധത്തിന് ആശ്വാസം നൽകും. കുട്ടികൾക്കുണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പിന്നിലൊരു കാരണമായി വരുന്നത് അവർ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നതായിരിക്കും. ഇത്തരത്തിൽ മലബന്ധത്തിന് പിന്നിലും ജലാംശം കുറയുന്നത് കാരണമാകാം. അതിനാൽ തന്നെ ദിവസവും ആവശ്യമായത്ര വെള്ളം കുട്ടികൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വെള്ളം കൂടി കുറവാണെങ്കിൽ കരിക്ക്, നാരങ്ങാ വെള്ളം എന്നിവയെല്ലാം കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ സമയത്തിന് ആഹാരം കഴിപ്പിച്ചും ശീലിപ്പിക്കണം. രാവിലെ വെറും രാത്രി കുതിർത്താനിട്ട 4-5 ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ്. രാത്രി നേരത്തെ അത്താഴം കഴിച്ച് വൈകാതെ തന്നെ കിടന്നുറങ്ങി ശീലിപ്പിക്കണം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ഇളം ചൂടുപാലിൽ 1/2 ടീസ്പൂൺ നെയ്യ് കലർത്തി കഴിക്കുന്നത് ദഹനക്കുറവും മലബന്ധവും അകറ്റാൻ സഹായിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.